2006 സെപ്റ്റംബർ 3 മഞ്ഞമ്മൽ ഗ്രാമത്തിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ഉല്ലാസയാത്ര പോകുമ്പോൾ സുഭാഷും സിജുവും ഉൾപ്പെടുന്ന ഈ സംഘാംഗങ്ങളിൽ ആരും തന്നെ ഒരിക്കലും വിചാരിക്കാത്ത നിയോഗമാണ് ആ യാത്ര അവർക്ക് വേണ്ടി കരുതിയിരുന്നത്. മനിതർ ഉണർന്നുകൊള്ള ഇത് മനിത കാതൽ അല്ല. ഈ ഫയർഫോഴ്സ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം ഞങ്ങൾ അവരുടെ ഇതിൽ നോക്കി അവരിറങ്ങോ ഇല്ലേന്ന്. ആദ്യം ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് വന്നിട്ടും കാര്യമില്ലെന്നാണ്. പിന്നെ നേരിട്ട് എന്ന സംഭവങ്ങൾ പറഞ്ഞാണ് അവർ വന്നത് തന്നെ. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടും അവരിറങ്ങാതെ വന്നപ്പോൾ ഞാൻ പറയാമെന്ന്, ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ആദ്യം അവർ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങളുടെ ആ കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ഒരു ഇത് കണ്ടപ്പോൾ അവർ സമ്മതിക്കുകയായിരുന്നു. അപ്പോൾ അവസാനം അവർ എൻ്റെ അടുത്ത് ഇറങ്ങിക്കൊള്ളാൻ പറയായിരുന്നു. അതായിട്ട് ഇറങ്ങി വന്ന് പിന്നെ കുറച്ച് ദൂരം മുകളിലേക്ക് നോക്കിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടീനെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ കൂട്ടാന്നാണ്. അപ്പം നീ പേടിക്കണ്ട, നമുക്ക് രക്ഷപ്പെടാന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ കണ്ടപ്പോഴും സുഭാഷ് ശരിക്കും പറഞ്ഞാൽ അവൻ പറയുന്നത് പകുതി ജീവൻ കിട്ടിയ പോലെയാണെന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് ആദ്യം ചോദിച്ചത് എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു നമുക്ക് കയറി പോവാം എന്ന് ഞാൻ പറഞ്ഞു. സുഭാഷിനെ കണ്ടപ്പോൾ അവർ ആദ്യം ഞങ്ങളെപ്പറ്റിയല്ല ഒന്ന് ചോദിച്ചത് ഇറങ്ങിച്ചെന്നപ്പോഴും വല്ല സ്കെൽട്ടൻ വല്ലതും കണ്ടാന്നാണ്. ഇതിക്കുമ്പോൾ 13 പേര് പോയിട്ടല്ല, അപ്പോൾ അവരെ അസ്ഥികൂടം വല്ലതും കണ്ടാന്നാന്ന് ചോദിച്ചത്. அந்த ஸ்பாட்ல விழுந்து இதுவரை யாரோட பாடி எடுத்தது கிடையாது. இதான் ஃபர்ஸ்ட் பர்சன் உயிரோட காப்பாத்தினது. அவர் ஃப்ரெண்டு தான் அவருக்கு தெய்வம். மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல, அதையும் தாண்டி புனிதமானது. அபிராமியே தாலாட்டும் சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. சுபலாலி லாலி லாலி லாலி